അയ്യോ, ഇപ്പം ഞാൻ നടന്നു വന്നപ്പം ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ കടന്നു പോകുന്നത് കാണുന്നത്. ഹലോ, നമസ്കാരം. ഓസ്ട്രേലിയ ഞാൻ ഫാമൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴേ, എൻ്റെ ഫാമൊക്കെ മേടിച്ച് ആദ്യമൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ മുമ്പൊക്കെ ഭയങ്കര കാടായിരുന്നേ. അന്നൊക്കെ എൻ്റെ വീഡിയോയുടെ അടി വന്ന് എപ്പോഴും വന്ന് ചോദിക്കുന്ന കാര്യം ആ പാമ്പിനെ കണ്ടിട്ടുണ്ടെന്ന്. ഇവിടെ ഒത്തിരി പാമ്പുള്ള സ്ഥലമാണ്. ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാമ്പുള്ള സ്ഥലമാണ് ക്യൂൻസ്ലാൻഡ്. അപ്പോൾ ക്യൂൻസ്ലാൻഡിൽ ഞാൻ പല പ്രാവശ്യം ഫാമിൽ പല പാമ്പുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ടു. ഞാനിപ്പോൾ വഴിക്കോടി വന്ന് വരുമ്പോൾ ഒരു പാമ്പ് പോകുന്നു. ഇത് കണ്ടോ, പാമ്പ് പോകുന്നത് കണ്ടോ? പിള്ളേരെല്ലാം വിളിച്ചു വരുത്തുന്നുണ്ട്. പിള്ളേരൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ഇത് എന്നാ പാമ്പാണെന്നത് എനിക്ക് തോന്നുന്നത് പൈത്തൻ, ഈ പെരുമ്പാമ്പ് ഇനത്തിൽപ്പെട്ട പാമ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. പിള്ളേരൊക്കെ വരുന്നു. എല്ലാവരും പോരട്ടോ, മക്കളെല്ലാം വാ. കില്ല് ചെയ്യാൻ പാടില്ല, ഈ പാമ്പിനെ കില്ല് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ വളർത്തുന്നതല്ലേ. ഡോണ്ട് ടച്ച്. പിള്ളേർക്ക് തൊടണം എന്നൊക്കെയാ പറയുന്നത് കേട്ടോ. പാമ്പിനെ കണ്ടോ? എടാ, ഈദിനെന്താ? ഈദിനെ വിളിച്ചായിരുന്നോ? വാ, ഇറക്ക് വാ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ചുമ്മാ പറമ്പിൽ കൂടെ ഇറങ്ങി പോകരുതെന്ന് പറയുന്നത്. വാ വന്ന് കാണ്. അവിടെ നിൽക്കട്ടോ, അടുത്തേക്ക് പോരുതേ. എന്നാ പാമ്പാന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നണത് ഇത് പെരുമ്പാമ്പാന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ? അടുത്തേക്ക് പോരുത് കേട്ടോ. പോണോ? കില്ലൊന്നും ചെയ്യാനുണ്ടോ? ആവശ്യമില്ല, അതിൽ പോട്ടെ. അതായത് പറമ്പിൽ പാമ്പൊക്കെ കാണും. പാമ്പുണ്ട്, നമ്മൾ സൂക്ഷിച്ച് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പോണോ? എടാ, ഈദിനെ വിളിച്ചിട്ടോടാ. അവൻ കണ്ടിട്ടില്ല. പിള്ളേരെല്ലാം കാണിച്ചു കൊടുത്തേ പാമ്പ് പോണ. എടാ, പോണ കണ്ടോ? ഈദൻ ഓടി വാ. ഒരുത്തൻ മാത്രം കണ്ടിട്ടില്ല, ഒരുത്തൻ മാത്രം പാമ്പിനെ കണ്ടില്ല. അവൻ അവിടെ എന്തോ കളിയായിരുന്നു. ഞാനിങ്ങനെ ചുമ്മാ നടന്നു വന്നപ്പം ഈ റോഡ് ക്രോസ് ചെയ്തൊരു പാമ്പം കടന്നു പോകുന്നു. അപ്പൊ ഇത് എന്താ ഇങ്ങനെ പൊങ്ങി നോക്കുന്നതെന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാമ്പാന്ന് മനസ്സിലായത്. ഈ പാമ്പിനെ കണ്ടു എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. ഇവിടെ ഈ പറമ്പിൽ ധാരാളം പാമ്പുകളുണ്ട്. ഈ ഇവിടത്തെ ഏറ്റവും കൂടുതൽ പാമ്പുള്ള സ്ഥലമാണ് ക്യൂൻസ്ലാൻഡ് എന്ന് അറിയാമല്ലോ. ഈ ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാമ്പുകളുള്ള സ്ഥലമാണ്. പക്ഷേ പാമ്പുകൾ കണ്ടെന്ന് വെച്ചാൽ പാമ്പിന്റെ വഴിക്ക് പോയിക്കോളും. നമ്മൾ കാട്ടിക്കൂടെയൊക്കെ ചുമ്മാ അങ്ങനെ ഇറങ്ങിപ്പോയി പല്ല് പുല്ലിൽ തന്നെ അത് പാളിലൊക്കെ എത്തും പോയായിരുന്നാൽ മതി. ഇതും പാമ്പിനെ കണ്ടില്ലെന്ന് പറയുന്നത്. വാ, ഇത് കണ്ടോ? ഇവിടെ ഒന്ന് ഇത് കണ്ടോ? പാമ്പ് പോണ കണ്ടോ? അപ്പൊ ഇവിടെ പാമ്പുണ്ടെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് കാട്ടിക്കൂടെ ഒന്നും നിങ്ങൾ പോകാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, കാട്ടിക്കൂടെ ഒക്കെ കളിക്കാൻ പോകുമ്പോ വളരെ സൂക്ഷിക്കണം. കാരണം നിങ്ങൾ എല്ലാവരും നോക്കിയാൽ പോകാവുള്ളൂ, ഷൂ ഇടാതെ പോകരുത്. അതൊക്കെ പാമ്പ് എവിടെ വേണേലും കാണാം. ഇപ്പൊ പാമ്പിനെ ഞാൻ റോട്ടിൽ വെച്ചാൽ കണ്ടത്. അപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ നോക്കണം, ഒരു സാധനം പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വേണം. അല്ല, പാമ്പിനെ പേടിച്ചിട്ട് കാര്യമില്ല. പാമ്പൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ പാമ്പിനെ പേടിക്കൊന്നും വേണ്ട. നമുക്കങ്ങനെ പാമ്പിനെ പേടിയൊന്നുമില്ല. നമ്മൾ ഇടുക്കിക്കാർക്ക് പാമ്പിനെ പേടിക്കാൻ. എൻ്റെയൊക്കെ വീടിൻ്റെ ഇഷ്ടമാതിരി പാമ്പിനെ കണ്ടിട്ടുമുണ്ട്, അതിനെ കൊന്നിട്ടുമുണ്ട്. അതുകൊണ്ട് പാമ്പിനെ പേടിയൊന്നുമില്ല. പാമ്പൊക്കെ ഇവിടെ ഇഷ്ടമാതിരി ഉണ്ട്. പക്ഷേ പാമ്പുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ഓസ്ട്രേലിയ വരാതെയോ സ്ഥലം മേടിക്കാതെയോ പാമ്പ് മേടിക്കാതെയൊന്നും ഇരിക്കൊന്നും വേണ്ട. ഞാനിവിടെ വന്നിട്ട് എത്രയോ പാമ്പിനെ കണ്ടേക്കണു. പാമ്പ് അതിനെ പൊക്കോളും. നമ്മളതിനെ ഉപദ്രവിക്കേണ്ട, അതേലെ പൊക്കോട്ടെ. നമുക്കതിനെ ശല്യമിരിക്കണ്ടേ. നമുക്കതിന് പ്രശ്നമുണ്ടെങ്കിലല്ലേ വിഷയമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ വിളിച്ചിട്ട് അവർ പിടിച്ചുകൊണ്ട് പോകും. നമ്മളെന്ന് ഇതൊരു പെരുമ്പാമ്പാണ്, ഇതിനെ പ്രത്യേകം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആ കാട്ടിൽ എവിടെയും ഇപ്പോൾ താമസിക്കട്ടെ. പാമ്പിനെ നമ്മൾ ഉപദ്രവിക്കുന്നില്ല, അത് പോയി കിടന്നോട്ടെ, സുഖമായിട്ട് താമസിച്ചോട്ടെ. നമുക്ക് വലിയ ശല്യം ആവുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ആലോചിക്കാം. ഓക്കെ.